ഹായ് എവരിവൺ, സെറ്റ് പരീക്ഷയുടെ കറക്റ്റഡ് ആൻസർ കീയും വന്നു കഴിഞ്ഞു. ഇനി ഏത് ദിവസം വേണമെങ്കിലും നമുക്ക് ഫൈനൽ റിസൾട്ട് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഒരുപാട് പേര് പരീക്ഷയ്ക്ക് പാസ്സാവാൻ വേണ്ടുന്ന സ്കോർ ഇല്ല എന്നുള്ള രീതിയിൽ യൂട്യൂബ് വീഡിയോകളുടെ താഴെ കമൻ്റായിട്ടും പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചും ഒക്കെ പറയുന്നുണ്ടായിരുന്നു. അവർക്ക് വേണ്ടി നമ്മൾ ജാനുവരി സൈക്കിളിലേക്കുള്ള കോച്ചിങ് ആരംഭിച്ചിരിക്കുകയാണ്. നിങ്ങളൊരു പെയ്ഡ് ട്രെയിനിങ് പ്രോഗ്രാം എടുക്കുന്നില്ലെങ്കിൽ പോലും എങ്ങനെ സെറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കണം എന്ന് പറയാനാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് സിലബസ് കവർ ചെയ്യുന്ന റിസോഴ്സുകൾ ഐഡന്റിഫൈ ചെയ്യാനുള്ള കഴിവും അതിൽ കൺസിസ്റ്റന്റ് ആയിട്ട് എഫേർട്ട് എടുക്കാനുള്ള മനസ്സുമാണ്. അപ്പോൾ അതിനെ ഞാൻ ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് C+C എന്ന് പറയുന്നുണ്ട്. കൺസിസ്റ്റന്റ് എഫേർട്ടും കൺസിസ്റ്റന്റ് ആയിട്ടുള്ള മെറ്റീരിയൽസും, ക്വാളിറ്റിയും കൺസിസ്റ്റൻസിയും മെറ്റീരിയലുകളിലും വളരെ ഇമ്പോർട്ടൻ്റാണ്. ഈ കറണ്ട് അഫയേഴ്സ് അടക്കമുള്ള 10-30 ചോദ്യങ്ങളൊക്കെ പല വർഷങ്ങളിലും പേപ്പർ 1 ചോദിച്ച് കാണാറുണ്ട്. നന്നായി പഠിക്കുന്ന അവരുടെ PG സബ്ജക്റ്റ് ഒക്കെ നന്നായിട്ട് അറിയുന്നവർ പോലും സെറ്റ് ക്വാളിഫൈ ആവാതിരിക്കുന്നതിനുള്ള ഒരു മെയിൻ റീസണുമാണ്. I+ ഫ്രീ ആയിട്ട് ഈ കറണ്ട് അഫയേഴ്സിൻ്റെ ഒക്കെ 5 ചോദ്യം എല്ലാ ദിവസവും നൽകുന്നുണ്ട്. നമ്മുടെ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും ഒക്കെ ഉള്ള ലിങ്ക് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്ത് പൂർണ്ണമായിട്ട് സൗജന്യമായിട്ട് പഠിക്കാൻ സാധിക്കും. എല്ലാ ദിവസവും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും 5 കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യനും നിങ്ങൾക്ക് നൽകും. അതുപോലെ നമ്മുടെ കോഴ്സ് എടുക്കുകയാണെങ്കിലും കൃത്യമായിട്ട് കൺസിസ്റ്റൻസി ഉള്ള ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ പേപ്പർ 1-ൻ്റെയും പേപ്പർ 2-ൻ്റെയും കംപ്ലീറ്റ് ആക്സസ് നിങ്ങൾക്ക് പരീക്ഷ വരെ കിട്ടും. ഇനിയും ഒരു 70%-ലധികം കണ്ടന്റ് പഠിച്ച് നിങ്ങൾ ടെസ്റ്റ് എഴുതി ക്വാളിഫൈ ആവുന്നില്ലെങ്കിൽ ഫ്രീ ആയിട്ട് ഒരു 6 മാസം കൂടി എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾ പാസ്സാവുന്നില്ലെങ്കിൽ അതിനുള്ള സാധ്യത 1% താഴെയാണ്. നമ്മുടെ കോഴ്സ് ഒരു 70% ഒക്കെ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ സൈക്കിളുകളിലൊക്കെ ആയിട്ട് 4000-ലധികം വിദ്യാർത്ഥികളാണ് ഇതുവരെ നമ്മുടെ അടുത്ത് നിന്ന് പാസ്സായിട്ടുള്ളത്. നിങ്ങൾക്ക് അവരുടെ ഫീഡ്ബാക്കുകൾ പോലും നമ്മുടെ ചാനലിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ പഠിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പഠന സമയത്തിലും മെറ്റീരിയലിൻ്റെ ക്വാളിറ്റിയിലും കൺസിസ്റ്റൻസി ഉറപ്പുവരുത്തുക. 6 മാസം ഡെയിലി ഒരു 2 മണിക്കൂർ വെച്ച് പഠിച്ചാൽ പോലും 10-360 മണിക്കൂറിനടുത്ത് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് കിട്ടുന്നുണ്ട്. അത്രയും എഫേർട്ട് മതി, ആ സമയം നിങ്ങൾ പഠിച്ചാൽ മതി. പക്ഷെ അത് പരീക്ഷയ്ക്ക് അടുത്ത 1 മാസം അരമണിക്കൂറോ 2 മണിക്കൂറോ 4 മണിക്കൂറോ 10 മണിക്കൂറോ പഠിക്കുന്നതിലല്ല, തുടർച്ചയായിട്ട് എഫേർട്ട് എടുക്കുന്നതിൽ ഫോക്കസ് ചെയ്യുക. രണ്ടാമത്തെ കാര്യമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലുള്ള ഡിപ്പെൻഡൻസി എങ്ങനെ വേണം എന്നുള്ളത്. പലരും ഈ ചോദ്യോത്തരങ്ങൾ കാണാതെ പഠിക്കുന്ന പോലെ PYQ നോക്കുന്ന കണ്ടിട്ടുണ്ട് പരീക്ഷയുടെ അടുത്തൊക്കെ. ആ അപ്രോച്ച് നടക്കില്ല. നമ്മൾ എന്താ സജസ്റ്റ് ചെയ്യുന്നത്, സിലബസ് കവർ ചെയ്യുക ആദ്യം, എന്നിട്ട് ആ യൂണിറ്റ് വൈസ് ആയിട്ട് അല്ലെങ്കിൽ മുഴുവൻ ഫുൾ ലെങ്ത് ടെസ്റ്റുകളായിട്ട് ക്വിസുകൾ എടുക്കുകയും അതൊരു പരീക്ഷയുടെ മോഡിൽ തന്നെ എടുക്കുക. 2 മണിക്കൂറിൽ 120 ചോദ്യം അറ്റൻഡ് ചെയ്യുക. എന്നിട്ട് അത് കഴിഞ്ഞ് തെറ്റിയ ചോദ്യങ്ങളെ അനലൈസ് ചെയ്ത് പഠിക്കുക. അതിൻ്റെ ഫർദർ എക്സ്പ്ലനേഷൻസ്, ഓപ്ഷനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അതൊക്കെ നോക്കി പഠിക്കുന്ന രീതിയിൽ ക്രമീകരിക്കുക. അപ്പോൾ ഈ കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ സെറ്റ് പരീക്ഷയിലെ വിജയം അനായാസം ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും. നമ്മുടെ 2C ഫോർമുല ഓർക്കുക, അതുപോലെ PYQ വർക്കൗട്ട് ഈ രീതിയിൽ തന്നെ ചെയ്യുക. ഇങ്ങനെ ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ജാനുവരിയിലെ സെറ്റ് പരീക്ഷയിലെ വിജയത്തിൽ നിന്ന് നിങ്ങളെ തടയാൻ ആർക്കും ആവില്ല. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.